എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു Q&A ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് കുട്ടികളെ എപ്പോഴും ഹാപ്പി ആക്കി വെക്കാന്നുള്ളത്. ഇറ്റ്സ് നോട്ട് എ റെസ്പോൺസിബിലിറ്റി അല്ലേ? കുട്ടികളെ സന്തോഷിപ്പിക്കാൻ കുട്ടികളെ സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ചൈൽഡ് വിൽ നെവർ ബി ഹാപ്പി. ഒരു ഇപ്പം എൻ്റെ മോൻ്റെ അടുത്ത് ചോദിച്ചാൽ ഐ യു ഹാപ്പി, ബട്ട് ദർ ഇസ് ഓൾവേസ് എ ബട്ട്. ഓക്കെ, സോ ദാറ്റ്സ് നോട്ട് നമ്മളുടെ റെസ്പോൺസിബിലിറ്റി അല്ല. കുഞ്ഞുങ്ങളുടെ പക്ഷേ കുഞ്ഞുങ്ങളുടെ ഇമോഷൻസ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഹാപ്പിനെസ്സിന് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഇമോഷൻസ്, നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഏത് ഇമോഷൻസ് ആണെങ്കിലും, ജോയ് ആകട്ടെ, ഹാപ്പിനെസ് ആകട്ടെ, ആങ്കർ ആകട്ടെ, സാഡ് ആകട്ടെ, എന്ത് തന്നെയാണെങ്കിലും അതിനൊരു ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ആഫ്റ്റർ പോയിന്റ് ഒരു 5-6 ഇയേഴ്സ് കഴിഞ്ഞ് അതാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. പിന്നെ വി ഓൾസോ ഹാവ് ടു ഹെൽപ്പ് ദം ടു ഡെവലപ്പ്. ഓക്കെ, സാഡ് അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ ഇറ്റ്സ് സംതിങ് ദാറ്റ് വി ഹാവ് ടു ടീച്ച് ടു അവർ ചിൽഡ്രൻ. അതാണ് കോപ്പിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്.